ഹലോ എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ഇഷ സ്പൈസി ടേസ്റ്റി. ഇന്ന് നമ്മൾ നമ്മുടെ കിച്ചണിൽ വളരെ ടേസ്റ്റിങ് ക്രിസ്പി ക്രഞ്ചി ആയിട്ട് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് വീട്ടിൽ കോളിഫ്ലവർ 65 എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിന്ന് കാണിച്ചു തരാൻ പോകുന്നത്. വളരെ പെട്ടെന്നും ഈസി വേയിൽ തന്നെ നമുക്ക് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലെ കോളിഫ്ലവർ 65 എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടുള്ളൂ കേട്ടോ. കണ്ടതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നിൽ അറിയിക്കാൻ മറക്കല്ല. ഈ ഒരു ഗോബി 65 നമുക്ക് ചോറിൻ്റെ ഒപ്പം അല്ലെങ്കിൽ ഫ്രൈഡ് റൈസിൻ്റെ എന്തിൻ്റെ കൂടെ തന്നെ നമുക്ക് നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ വേഗം നമുക്ക് റെസിപ്പിയിലോട്ട് കടക്കാം. ഈ ഒരു ഗോബി 65 അല്ലെ കോളിഫ്ലവർ 65 തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു മീഡിയം സൈസുള്ള കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്. കോളിഫ്ലവർ നമ്മൾ എപ്പോഴും എടുക്കുമ്പോൾ നല്ല ഗ്യാപ്പ് ഇല്ലാതെ നല്ല കട്ടക്കിട്ട ഇതുപോലെ തന്നെ ഉള്ളിൽ ഗ്യാപ്പ് ഒന്നും ഇല്ലാത്ത രീതിയിൽ വേണം നമ്മൾ കോളിഫ്ലവർ ഒന്ന് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഗ്യാപ്പ് ഉള്ളതാണെങ്കിൽ അതിൽ പുഴുക്കളൊക്കെ അധികം ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇതുപോലത്തെ കോളിഫ്ലവർ വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഒരു തണ്ട് ഭാഗങ്ങളെല്ലാം നമുക്ക് ഒന്ന് കട്ട് ചെയ്ത് നമുക്ക് റിമൂവ് ചെയ്ത് മാറ്റിയെടുക്കാം. ഇതുപോലെ എല്ലാം മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഓരോ ഫ്ലവേഴ്സ് നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ചെറിയ ചെറിയ പീസസ് ആക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പീസ് നമുക്ക് ഒന്ന് എല്ലാം ഇതുപോലെ ഓരോന്നായിട്ട് ഒന്ന് സ്ലൈസ് ചെയ്ത് അതായത് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ നന്നായിട്ട് എല്ലാം ഞാൻ ചെറിയ ചെറിയ പീസസ് ആക്കി ഞാനിവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വക എല്ലാം നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം കേട്ടോ. നോക്കിക്കോളൂ, നന്നായിട്ട് വാഷ് ചെയ്ത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ബോയിൽ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ ചെരുവത്തിൽ ഞാൻ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു വെള്ളത്തിലോട്ട് നമുക്ക് ഒരു 1/2 ടീസ്പൂണ് ഉപ്പും കൂടെ ചേർക്കാം കേട്ടോ. ഉപ്പ് ചേർത്തതിന് ശേഷം ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂണ് നമുക്ക് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുമ്പോൾ കോളിഫ്ലവറിൽ ജേംസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് പോയി കിട്ടും കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നത്. ഇതിലോട്ട് നമ്മൾ ചോപ്പ് ചെയ്ത് അതായത് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ആഡ് ചെയ്യാം. കോളിഫ്ലവർ ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 2-3 മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ബോയിൽ ആവുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. നോക്കിക്കോളൂ, നന്നായിട്ടൊന്ന് ബോയിൽ വന്നിട്ടുണ്ട്. ഇനി ഒരു 2 മിനിറ്റ് നമുക്ക് ഇതുപോലെ തന്നെ കുക്ക് ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഒരു 2 മിനിറ്റിന് ശേഷം ഇതുപോലെ നമുക്ക് ഒരു ഫോർക്ക് വെച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് നോക്കുക. ഇതുപോലെ പ്രസ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് ഇൻസേർട്ടായി വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോളിഫ്ലവർ ഇവിടെ പക്കയായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത്രയും വേകാവുള്ളൂ കേട്ടോ. ഇനി നമുക്ക് ഒരു 2 മിനിറ്റ് ശേഷം നമുക്ക് ഒരു സ്ട്രെയിനർ എടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് സ്ട്രെയിൻ ചെയ്ത് നമ്മുടെ കോളിഫ്ലവർ എല്ലാം ഈ ഒരു ചൂടുവെള്ളത്തിൽ നിന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് മാറ്റിയെടുക്കാം. കോളിഫ്ലവർ എല്ലാം സ്ട്രെയിനർ വെച്ചെടുത്തിട്ട് ഒരു വലിയൊരു പാത്രത്തിലോട്ട് നമുക്ക് മാറ്റിയെടുക്കാം. ഇനി നമുക്ക് ഈ കോളിഫ്ലവർ ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കാം. അതിനുശേഷം ഒരു ബൗൾ എടുക്കാം. ആ ബൗളിലോട്ട് നമുക്ക് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എടുക്കാം. ഒരു 1/2 കപ്പ് മൈദപ്പൊടി ചേർക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ നമുക്ക് ഇതിലോട്ട് കോൺഫ്ലവറും കൂടെ ആഡ് ചെയ്യാം കേട്ടോ. കോൺഫ്ലവർ ആഡ് ചെയ്തതിന് ശേഷം 1 ടേബിൾ സ്പൂൺ നമ്മുടെ ഓയിൽ ചേർക്കാം. ഓയിൽ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് മസാലകൾ ആഡ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/2 ടീസ്പൂണ് മുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. എരിവ് നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് ആഡ് ചെയ്തോളൂ കേട്ടോ. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂണ് നമ്മുടെ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ആഡ് ചെയ്യാം. 1 ടീസ്പൂണ് നമ്മുടെ മല്ലിപ്പൊടി, 1/2 ടീസ്പൂണ് നമ്മുടെ പെപ്പർ പൗഡർ കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്തതിന് ശേഷം ഒരു 1/4 ടീസ്പൂണ് നമുക്ക് ഗരം മസാലയും കൂടെ ആഡ് ചെയ്യാം കേട്ടോ. ഈ വക ആഡ് ചെയ്തതിന് ശേഷം ലേശം ഉപ്പും കൂടെ ആഡ് ചെയ്യാം. കാരണം നമ്മൾ ഓൾറെഡി കോളിഫ്ലവർ ബോയിൽ ചെയ്യുന്ന സമയത്ത് ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നോക്കി ഉപ്പ് ആഡ് ചെയ്തോളൂ. ഇതിലോട്ട് 1 ടേബിൾ സ്പൂണ് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയുടെ പേസ്റ്റും കൂടെ ആഡ് ചെയ്തതിന് ശേഷം ഒരു പിഞ്ച് ബേക്കിംഗ് സോഡയും കൂടെ ആഡ് ചെയ്യാം. കുറച്ച് കരിവേപ്പിലയും കുറച്ച് മല്ലി ഇലയും കൂടെ ചോപ്പ് ചെയ്ത് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഈ വക ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് നമുക്ക് ആവശ്യമനുസരിച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസി, അധികം തിക്കും അല്ല അധികം ലൂസും അല്ലാത്ത രീതിയിലൊരു തിക്ക് കൺസിസ്റ്റൻസി ആക്കി ജസ്റ്റ് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മുടെ ഈ ഒരു മാവ് ഒന്ന് റെഡി ആവാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ കുറച്ച് മുന്നേ വേവിച്ച് വെച്ചിരിക്കുന്ന ആ കോളിഫ്ലവർ നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് മാരിനേറ്റ് ചെയ്തെടുക്കാം. അതായത് നമ്മുടെ കോളിഫ്ലവറിലോട്ട് നമ്മുടെ ഈ ഒരു മിക്സ്ഡ് നന്നായിട്ടൊന്ന് കോട്ടാവുന്നിടം വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ലൂസായിട്ട് തോന്നുവാണെങ്കിൽ കുറച്ച് മൈദപ്പൊടിയും അതായത് 1 ടേബിൾ സ്പൂണ് മൈദപ്പൊടിയും 1 ടേബിൾ സ്പൂണ് കോൺഫ്ലവറും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തുള്ളൂ കേട്ടോ. ഇതിപ്പോൾ നല്ല പെർഫെക്റ്റ്ലി നന്നായിട്ട് കോട്ടായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഒരു കടായി എടുക്കുക. ആവശ്യമനുസരിച്ച് ഓയിൽ ചേർത്ത് ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം നമുക്കിതിലോട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ കോളിഫ്ലവർ ഓരോന്നായിട്ട് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാം. ഇതുപോലെ ഓരോന്നായിട്ട് നമുക്ക് ആഡ് ചെയ്യാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആവാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് ഒരു സൈഡ് നന്നായിട്ടൊന്ന് ഫ്രൈ ആയതിനു ശേഷം ഒരു സ്പൂൺ വെച്ച് അല്ലെങ്കിൽ സ്പാച്ചുല വെച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് തിരിച്ചും മറിച്ചും ഒന്ന് ടേൺ ഔട്ട് ചെയ്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം.
ഏകദേശം നന്നായിട്ടൊന്ന് ക്രിസ്പായി വരുന്നിടം വരെ ഒരു ഗോൾഡൻ കളർ ആവുന്നിടം വരെ നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ കോളിഫ്ലവർ 65 ഇവിടെ നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കൊരു സ്ട്രെയിനർ വെച്ച് അല്ലെങ്കിൽ സ്പാച്ചില വെച്ച് ഇതുപോലെ നന്നായിട്ടൊന്ന് കോരിയെടുക്കാം കേട്ടോ. ഇതുപോലെ കോരിയെടുത്തതിന് ശേഷം നമുക്കൊരു വേറെ പ്ലേറ്റിലോട്ട് ഒന്ന് ട്രാൻസ്ഫർ ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ 65 എല്ലാം പ്ലേറ്റിലോട്ട് ഇതുപോലെ ഒന്ന് സെർവ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള കോളിഫ്ലവറും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. കോളിഫ്ലവർ എല്ലാം ഫ്രൈ ചെയ്തതിന് ശേഷം റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലാക്കാൻ വേണ്ടിയിട്ട് സ്ട്രെയിനറിൽ ഞാനൊരു പച്ചമുളക് ജസ്റ്റ് 4ആയിട്ടൊന്ന് കീറി എടുത്തതിന് ശേഷം അത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അതൊന്ന് ഫ്രൈ ആയി വന്നതിന് ശേഷം ഇതിലോട്ട് കുറച്ച് കരിവേപ്പിലയും കൂടെ ജസ്റ്റ് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ വകയെല്ലാം നമ്മുടെ ഈ ഒരു കോളിഫ്ലവർ 65ലോട്ട് നമുക്ക് ആഡ് ചെയ്യാം. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു നമ്മുടെ കോളിഫ്ലവർ 65 ഇവിടെ റെഡി ആയിട്ടുണ്ട്. റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ അതേ സ്വാദിൽ തന്നെയാണ്. അപ്പം നിങ്ങളെല്ലാവരും ഒരു തവണയെങ്കിലും ഈ ഒരു കോളിഫ്ലവർ 65 ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പം നമ്മുടെ ഇന്നത്തെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് എന്നെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. പിന്നെ ഈ ഒരു റെസിപ്പി നിങ്ങൾ എത്ര പേര് ട്രൈ ചെയ്തിട്ടുണ്ട് ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കല്ലേ കേട്ടോ. അടുത്ത നല്ലൊരു റെസിപ്പി കൊണ്ട് വരുന്നിടം വരെ എല്ലാവരും സ്റ്റേ ട്യൂൺ, ബി ഹാപ്പി ആൻഡ് കീപ് സ്മൈലിംഗ്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ.